ചവിട്ടിക്കയറി പോകുന്ന ഓരോ പടവുകൾക്കും ഓരോ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിന് പിന്നിടുന്ന ഓരോ പടവുകളാണിത്. ആദ്യത്തെ പടവിൽ തട്ടി വീണാൽ മുകളിലെത്താൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഓരോ വീഴ്ചയിലും പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ കവചങ്ങളാക്കി മാറ്റാനാണ് ആഹ്വാനം ചെയ്യുന്നത്. എപ്പോഴും വിജയിച്ച ആളുകളെ ഒരിക്കലും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞു. ഒരിക്കലെങ്കിലും വീണിട്ടുള്ള ഒരു കുട്ടിയെങ്കിലും ഈ ലോകത്തില്ലാതില്ല. വിജയിച്ചവരെല്ലാം തന്നെ അവരുടെ ജീവിതയാത്രയിൽ എണ്ണമറ്റ പരാജയങ്ങളിലൂടെ, എണ്ണമറ്റ ചലഞ്ചസിലൂടെ, ഒബ്സ്റ്റക്കിൾസിലൂടെ മറികടന്നുകൊണ്ട് പരാജയങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. വീഴുമെന്ന് പേടിച്ച് നടക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ലല്ലോ. പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കുമെന്നാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരാജയപ്പെടുമ്പോൾ പിന്നെയും ശ്രമിക്കുക. വീഴുന്നതിലല്ല. വീഴുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ലേ? വീഴുന്നതിലല്ല, വീണെടുത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നതിലാണ് മനുഷ്യന്റെ മഹത്വം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വിജയത്തിന്റെ 100 നിയമങ്ങളിൽ 4ാമത്തെ നിയമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പരാജയം വിജയത്തിന്റെ പടവുകളാണ് എന്നതാണ് ഈ നിയമം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. ഇത്തരത്തിൽ വിവിധ രീതികളിൽ നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തേ ഈ പടികൾ ചവിട്ടി കയറാൻ പോകാൻ പറ്റാത്തത്? ഈ പടികൾ ചവിട്ടി ഈ 18ാം പടിയുടെ മുകളിൽ നമുക്ക് എന്തേ എത്തിച്ചേരാൻ പറ്റാത്തത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത ഒരു വ്യക്തിയെയും ഒരൊറ്റ ആളെ പോലെയും നിങ്ങൾക്കൊരു പക്ഷെ കാണാൻ കഴിയില്ല. ഒരിക്കലെങ്കിലും പരാജയപ്പെടാത്ത അങ്ങനത്തെ ആളുകളെ ഇല്ല. എപ്പോഴും വിജയിച്ച ആളുകളെ ഒരിക്കലും ഈ ലോകത്തില്ല എന്ന് വേണം. ഒരിക്കലെങ്കിലും വീണിട്ടുള്ള ഒരു കുട്ടിയെങ്കിലും ഈ ലോകത്തില്ലാതില്ല. വിജയിച്ചവരെല്ലാം തന്നെ അവരുടെ ജീവിതയാത്രയിൽ എണ്ണമറ്റ പരാജയങ്ങളിലൂടെ, എണ്ണമറ്റ ചലഞ്ചസിലൂടെ, ഒബ്സ്റ്റക്കിൾസിലൂടെ മറികടന്നുകൊണ്ട് പരാജയങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും പരാജയത്തെ ജീവിതത്തിൻ്റെ അവസാനമായി കാണുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതോടുകൂടി തീർന്നു എന്നാണ്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിച്ചാൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ അവസാനമായിട്ട് കാണുമ്പോൾ ജയിക്കുന്നവർ എങ്ങനെയാണെന്ന് അതിനെ കാണുന്നതെന്ന് അറിയാമോ? അതിനെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അവർ കാണും. 18ാം പടിയായിട്ട് അവർ കാണും. ആ 18ാം പടി ചവിട്ടാൻ കഴിയുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. തോൽവി എന്നത് ഒരു വഴി അവസാനിക്കുന്ന ഇടമല്ല കേട്ടോ, മറിച്ച് ദിശ മാറ്റേണ്ട ഇടമാണ്. അതാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു സ്ഥലത്ത് തോൽക്കുമ്പോൾ അത് നമുക്ക് അവസാനിക്കുന്ന ആ വഴി ഒരു വഴിയുടെ അറ്റമല്ലത്. വഴി മാറിപ്പോകാൻ സമയമായി, പുതിയ വഴി തേടാൻ സമയമായി, പുതിയ വഴിവെട്ടി മുന്നേറാൻ സമയമായി എന്നുള്ളതാണ്. പരാജയം ഒരു അധ്യാപകനാണ് എന്ന് പറയും. വിജയം നമ്മളെ സന്തോഷിപ്പിക്കുമെങ്കിലും പരാജയമാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന് പഠിപ്പിക്കുന്നത്. നമ്മുടെ കഴിവുകളെക്കുറിച്ച്, നമ്മൾ എവിടെയാണ് തെറ്റിയത്, നമുക്ക് എവിടെയാണ് തെറ്റിപ്പോയത്, നമ്മുടെ പദ്ധതിയിൽ എവിടെയായിരുന്നു പാളിച്ചകൾ ഉണ്ടായത്, ആ ലൂപ്പ് ഹോൾസ് അതൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പരാജയം നമുക്ക് പറഞ്ഞു തരുന്നു എന്നാണ്. ഇതുകൊണ്ടാണ് വിജയികൾ എപ്പോഴും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. വിജയകരമായി പരാജയപ്പെടും എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. വിജയകരമായി പരാജയപ്പെടുക, ഈ പരാജയങ്ങളിൽ നിന്ന് വിജയകരമായ മാർഗങ്ങളിലേക്ക് കണ്ടെത്തുക എന്നതാണ് വിജയികൾ ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത്. തോൽവി സംഭവിക്കുമ്പോൾ തളർന്നിരിക്കാതെ, ഒരിക്കലും തോൽവി സംഭവിക്കുമ്പോൾ തളർന്നിരിക്കാതെ ആ പരാജയത്തെ നല്ലവണ്ണം വിശകലനം ചെയ്യാൻ തയ്യാറാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരാജയത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കുന്നവൻ കൂടുതൽ കരുത്തനായി അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം തോമസ് ആൽവ എഡിസന്റെ കഥ. ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ട കഥ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ പരാജയപ്പെടുകയായിരുന്നില്ല, മറിച്ച് ബൾബ് ഉണ്ടാക്കാൻ കഴിയാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു എന്നാണ്. പരാജയത്തിൻ്റെ 1000 വഴികൾ, അതാണ് വിജയത്തിൻ്റെ 1000 വഴികളല്ല, പരാജയത്തിൻ്റെ 1000 വഴികൾ. അതുകൊണ്ട് തന്നെ ആ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുക എന്നതാണ്. എന്നേക്കുമായി ആ വഴികൾ അടച്ചു കളയുക, ഒരു ദിശ മാറി പോവുക എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഇതാണ് ഒരു വിജയിയുടെ മനോഭാവം എന്ന് പറയുന്നത്. ഭയം ഒരു വലിയ കാര്യമാണ്. ഒരു വിജയത്തിൻ്റെ വലിയ ശത്രുവാണ് ഭയം എന്നത്. പലരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടുന്നത്, തുടങ്ങാതിരിക്കുന്നത് പരാജയപ്പെടുമോ എന്ന പേടി കൊണ്ടാണ്. ഈ ഭയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഴിവുകളെ, മനുഷ്യൻ്റെ കഴിവുകളെ എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു സംഗതി ഈ ഭയമാണെന്നാണ് പറയുന്നത്. വീഴുമെന്ന് പേടിച്ച് നടക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ലല്ലോ. പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കുമെന്നാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. നടക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ല.
പരാജയത്തെക്കാൾ വലിയ പരാജയം ശ്രമിക്കാതിരിക്കുക എന്നതാണ്. പരാജയത്തെക്കാൾ വലിയ പരാജയം അതിനൊക്കെ മുകളിലാണ് ശ്രമിക്കാതിരിക്കുക എന്നത്. തോൽവി ഒരു അപമാനമല്ല കേട്ടോ, മറിച്ച് നിങ്ങൾ എന്തെങ്കിലും പുതിയത് ചെയ്യാൻ ധൈര്യപ്പെട്ടു എന്നതിൻ്റെ തെളിവായിട്ടാണ് തോൽവി കാണപ്പെടുന്നത്. പരാജയത്തെ ഭയപ്പെടാതെ അതിനെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. പരാജയത്തെ എങ്ങനെ വിജയത്തിൻ്റെ പടവുകളാക്കാം, അതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. പരാജയത്തെ ആദ്യം നിങ്ങൾ അംഗീകരിക്കുക. അവിടെ പതറി നിൽക്കാതെ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, അയ്യോ ഞാനിനിപ്പോൾ എന്തു ചെയ്യും, ഞാനിനിപ്പോൾ എവിടേക്ക് പോകും, എന്താണൊരു മാർഗം, ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് പകരം ആദ്യം നിങ്ങൾ ആ പരാജയം അംഗീകരിക്കുക. പരാജയം സംഭവിച്ചാൽ അത് മറച്ചു വെക്കാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഒന്നും പോകരുത്. ഇതെൻ്റെ കുറ്റമല്ല മറ്റുള്ളവൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് അതിന് ശ്രമിക്കാതിരിക്കുക. അത് സംഭവിച്ചു, അത് സ്വയം അങ്ങ് ബോധ്യപ്പെടുക, എനിക്കങ്ങനെ സംഭവിച്ചു, എൻ്റെ പരിമിതികളെ എനിക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗം എനിക്ക് തുറന്ന് ലഭിച്ചു എന്നാണ് കാണേണ്ടത്. ആ സത്യം ഉൾക്കൊള്ളുന്നതാണ് തിരുത്തലിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ പടി. അതാണ് ആദ്യത്തെ പരാജയം വിജയത്തിൻ്റെ ആദ്യത്തെ പടിയാണെന്ന് പറയുന്നത്. ആ തിരുത്താനുള്ള ആദ്യത്തെ പടി അതാണ്. പിന്നീട് അടുത്ത പടി വിശകലനം ചെയ്യുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുക എന്നതാണ്. അതിന് ശാസ്ത്രീയമായി തന്നെ നിങ്ങൾ പരിശോധിക്കണം. വൈകാരികമായി തളരുന്നതിന് പകരം, വികാരപരമായി കാര്യങ്ങളെ നോക്കിക്കാണുന്നതിന് പകരം വസ്തുതാപരമായി, പകരം ബുദ്ധിപരമായി കാരണങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, വികാരത്തെ മാറ്റിവെച്ചു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പുതിയ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ തന്ത്രം മാറ്റുക, നിങ്ങൾ സമീപനത്തിൻ്റെ തന്ത്രങ്ങൾ മാറ്റണം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷ്യം ഒരിക്കലും മാറ്റരുത്. ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം, ഒരു കോർ പർപ്പസ്, ഒരു കോർ പർപ്പസ് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ അതിലേക്ക് എത്താനുള്ള തന്ത്രം മാറ്റുന്നു. ആ ലക്ഷ്യം മാറ്റാതെ മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള വഴി അങ്ങ് മാറ്റുന്നു. ഒരു പൂട്ടാത്ത വാതിൽക്കൽ, ആ വാതിൽക്കൽ തന്നെ നമ്മളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാതിൽ തുറക്കുന്നില്ല. അപ്പം അങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാൽ, തട്ടിക്കൊണ്ടിരുന്നാൽ, മുട്ടിക്കൊണ്ടിരുന്നാൽ സമയം പാഴാകും. അപ്പം മറ്റൊരു വാതിൽ കണ്ടെത്തണം, അതല്ലെങ്കിൽ മറ്റൊരു താക്കോൽ ഉപയോഗിക്കണം. അത് തുറക്കാൻ പറ്റുന്നോ എന്ന് ശ്രമിച്ചുകൊണ്ട് വേറൊരു താക്കോൽ ഉപയോഗിക്കണം. മറ്റൊന്ന് വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. പരാജയപ്പെടുമ്പോൾ പിന്നെയും ശ്രമിക്കുക. വീഴുന്നതിലല്ല, വീഴുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ലേ? വീഴുന്നതിലല്ല, വീണെടുത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നതിലാണ് മനുഷ്യന്റെ മഹത്വം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓരോ പരാജയവും നിങ്ങളുടെ അനുഭവ സമ്പത്താവണം. അത് വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓരോ പരാജയത്തിൽ നിന്നും നിങ്ങളെ അനുഭവ സമ്പത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അനുഭവവുമായി വീണ്ടും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക വിജയത്തിനായി എന്നതാണ്. സ്ഥിരതയുടെ കരുത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. കൺസിസ്റ്റൻസിയുടെ കരുത്തിനെക്കുറിച്ച്. പരാജയങ്ങളുടെ എണ്ണം കൂടുന്തോറും നിങ്ങൾ വിജയത്തിന് കൂടുതൽ കൂടുതൽ തൊട്ടടുത്തെത്തി എന്നാണ് അർത്ഥം. നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഊർജം സംഭരിച്ച് കൂടുതൽ വിജയത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പടവും കയറുമ്പോഴാണ് നാം ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കണം. 18-ാം പടിയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ 3-ാം പടി കഴിഞ്ഞ് 4-ൽ കയറി 5-ലും 8-ലും 9-ലും കയറുമ്പോൾ നമ്മൾ ഉയരത്തേക്ക് കയറി നമുക്കറിയാം. ശബരിമല പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച, നമ്മൾ ആ ഉയരങ്ങളിലെത്തിയ കാഴ്ച, ഭക്തജന പ്രവാഹം, ഭക്തലക്ഷങ്ങൾ താഴെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ. നമ്മൾ ആ മുകളിലെത്തിയ അയ്യപ്പ സന്നിധിയിലേക്ക്, നമ്മുടെ ലക്ഷ്യമാകുന്ന ആ സന്നിധിയിലേക്ക് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു റീച്ച് ചെയ്യുന്നത്. അപ്പോൾ പരാജയങ്ങൾ ആ പടവുകളാണ്. ഈ പടവുകളാണ് പരാജയങ്ങൾ എന്ന് പറയുന്നത്. പിന്നിൽ കടന്നുപോയ ഇതെല്ലാം മെറ്റഫറായിട്ടാണ് കേട്ടോ, രൂപകങ്ങളായിട്ടാണ്. നമ്മൾ ഈ ചവിട്ടി കയറി പോകുന്ന ഓരോ പടവുകൾക്കും ഓരോ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിന് പിന്നിടുന്ന ഓരോ പടവുകളാണിത്. ആദ്യത്തെ പടവിൽ തട്ടി വീണാൽ മുകളിലെത്താൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഓരോ വീഴ്ചയിലും പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ കവചങ്ങളാക്കി മാറ്റാനാണ് ആഹ്വാനം ചെയ്യുന്നത്. പരാജയങ്ങൾ നിങ്ങളെ തകർക്കാനുള്ളതല്ല കേട്ടോ, മറിച്ച് നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവനും കരുത്തനുമാക്കി വാർത്തെടുക്കാനാണ് ഈ പരാജയങ്ങൾ വരുന്നത്. വിജയം എന്നത് വീഴാതിരിക്കലല്ല, മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും വീണ്ടും വീണ്ടും എഴുന്നേൽക്കലാണ്. ചരിത്രം രചിച്ച എല്ലാ മനുഷ്യരും, എല്ലാ മഹാന്മാരായ മനുഷ്യരും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചവരാണ്. സുഗമമായ യാത്ര ചെയ്തവർ ആരുമില്ല. എല്ലാവരും അത്തരത്തിൽ കടന്നുപോയവർ മാത്രമാണ്. കൊടിയ സഹനത്തിൻ്റെ കൊടും തീയുടെ കനൽ വഴികളിലൂടെ കടന്നുപോയ മനുഷ്യരാണ്. അവരൊക്കെ അങ്ങനെ നമ്മളെക്കാൾ എത്രയോ വലിയ സഹനങ്ങൾ കഴിഞ്ഞു പോയ അവരുടെയൊക്കെ ചരിത്രം വായിച്ചാൽ നമുക്കതറിയാം. പക്ഷെ അവർ അവിടെ കൊണ്ട് നിർത്തിയില്ല കേട്ടോ. അവർ ആ പരാജയങ്ങളെ ചവിട്ടിപ്പിടിച്ച്
മുകളിലേക്ക് കയറി, വാശിയോടെ കയറി എനിക്കവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്നുള്ളതാണ്. ആ കയറ്റമാണ്, ആ പടികയറ്റമാണ്, ആ മലകയറ്റമാണ് നമ്മളൊക്കെ നടത്തേണ്ടത്. പരാജയങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഒരു മൂടൽ മഞ്ഞിൽ എന്നവണ്ണം അപ്രത്യക്ഷമായി പോകുന്ന ഒരു ട്രെയിൻ യാത്ര പോലെ, ഒരു കാർ യാത്ര പോലെ ഇങ്ങനെ കടന്നു പോകുന്ന, പിന്നിലാക്കിക്കൊണ്ട്, കാലത്തിന് പിന്നിലാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, പരാജയത്തെ ഒരിക്കൽ നിങ്ങൾ ശത്രുവായി കാണരുത്. പരാജയപ്പെടുമോ എന്ന ഭയവുമായിട്ട് അതിനോടുള്ള ശത്രുതയോടെ, ഭീതിയോടെ കഴിയരുത്. ഒരിക്കലും പരാജയത്തെ ശത്രുവായി കാണരുത്. അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ വാക്കിന് അർത്ഥം തന്നെ നിങ്ങൾ തിരിച്ചറിയുക. വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതെങ്ങനെയാണ്, എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് ഇതുവരെയും വിവരിച്ചത്. ഓരോ തിരിച്ചടിയും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടിയും, ബാക്ക് ടു ബാക്ക് തിരിച്ചടികൾ, നിങ്ങൾക്ക് ഇങ്ങനെ പരാജയത്തിൻ്റെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ പറയും, എനിക്കെന്താ ഇങ്ങനെ നഷ്ടങ്ങളുടെ മേൽ നഷ്ടം, എന്തു തുടങ്ങിയാലും നഷ്ടം എന്നാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഒരു ലാഭത്തിലെത്തും എന്ന കാര്യത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ലാഭത്തിൻ്റെ തീരത്തണയും. ഒരു പുതിയ തുടക്കത്തിനുള്ള ഓരോ തിരിച്ചടിയും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമായി കാണണം. പരാജയത്തിൻ്റെ പടവുകൾ കയറാതെ ഒരാൾക്കും വിജയത്തിൻ്റെ ഗോപുരങ്ങളിലെത്താൻ കഴിയില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പറയുക, ഇതെൻ്റെ അവസാനമല്ല കേട്ടോ, ഇതെൻ്റെ അടുത്ത വലിയ വിജയത്തിൻ്റെ തുടക്കമാണ്. താങ്ക് യു.